എനിക്കൊരു കഞ്ഞി. ഒരെണ്ണം മതിയാ? ഒരെണ്ണം എടുക്കണ്ടല്ലേ? എന്നാ ഒരെണ്ണം മതി. കഞ്ഞി കുടിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ നമ്മൾ കുമ്പിൾ കുത്തി കഞ്ഞി കുടിക്കുകയാണ് എന്റെ ചെറുപ്പകാലത്ത്. അഞ്ച് പേരോളം ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോയി. കഞ്ഞിയൊക്കെ ദുബായിൽ ലക്ഷറിയാടാ. എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, എനിക്കൊരു ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അർജന്റാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാണോ ശരിടാ, ചെറിയൊരു ഫുഡ് ബ്ലോഗ് എടുക്കാനായിരുന്നു. അപ്പൊ പറയാം മീറ്റിംഗ് നാളെ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേട്ടാ, റവക്കയുടെ ജ്യൂസ്. ഹെൽത്തി കുട്ടാ. ഗീ റൈസ് കൊണ്ടോ? കൊത്തു പൊറോട്ട, കഞ്ഞി, കപ്പ ബിരിയാണി പറ. അളേ കപ്പ റെഡി. ഞാനും ഒരെണ്ണം പറയാതിരിക്കായിരുന്നു. അതിന് 10 റൂംസ് അല്ലേ ഉള്ളൂ. കരാമേൽ ഇത്ര അഫോർഡബിൾ ആയിട്ട് ഇത്ര ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്ന കട ഇത് മാത്രമായിട്ട്. ബജറ്റ് ഫ്രണ്ട് റെസ്റ്റോറൻറ്റ് ഒരുപാടുണ്ട് യു എയിൽ. പക്ഷെ ക്വാണ്ടിറ്റിയുടെ കാര്യമൊക്കെ ശോകമാണ്. പക്ഷെ ഇവിടെ ക്വാണ്ടിറ്റിയിൽ ഒരു കുറവില്ല. കറക്റ്റ് പൈസ വെച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങാം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അത് മാത്രമല്ല 25 ദിർഹംസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്കും അത്യാവശ്യം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് പറ്റും. അത് ഗ്യാരണ്ടിയാണ്. റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വയറും മനസ്സും ഒരുപോലെ നിറയും. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് പറയുന്നത് കോഴി. എന്തോ എന്താ ഗ്രിൽ ചിക്കൻ ആണ് ഉദ്ദേശിച്ചത്. 20 ദിർഹംസ് ഉള്ളോ അല്ലെ? ഒന്നും പറയില്ല. മസ്റ്റ് ട്രൈ. ഈ കറങ്ങണ ചിക്കൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോഷ്യൽ കിച്ചൺ. ഇതൊരു കഴിഞ്ഞില്ലേ? അല്ല, അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട. ലൊക്കേഷൻ എവിടെ? ഞാൻ പറഞ്ഞു. അപ്പൊ ലൊക്കേഷൻ വരുന്നത് കരാമ ബസ് സ്റ്റേഷൻ നേരെ ബാക്ക് സൈഡ് സോഷ്യൽ കിച്ചൺ. ഇതോടുകൂടി കരക്ക് അവതരിപ്പിക്കുന്ന നാടകം അവസാനിപ്പിക്കും.